നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള വയമേവ സംരക്ഷകാഹ എന്ന് പറയുന്ന പാഠം നോക്കാം. വയമേവ സംരക്ഷകാഹ, നമ്മൾ തന്നെയാണ് സംരക്ഷകർ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊരു കാടിൻ്റെ ചിത്രം അവിടെ തന്നിരിക്കുന്നു. പ്രവേശകം നോക്കാം. വനസ്യ മനോഹരം ചിത്രം പശ്യതു. വനത്തിൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രം നോക്കൂ. ചിത്രേ കേ സന്ധി. ചിത്രത്തിൽ ആരെല്ലാമാണുള്ളത്? വന്യമൃഗാഹ പക്ഷിണാഹ ലഘുപ്രാണിനാഹ സന്ധി. വന്യമൃഗങ്ങൾ, പക്ഷികൾ, ചെറിയ പ്രാണികൾ ഒക്കെ ഉണ്ട്. തേ വനമാശ്രിത്യ ജീവന്തി. അവർ വനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കേ വനം ദൃഷ്ടവന്തഃ. ആരൊക്കെ കാട് കണ്ടിട്ടുണ്ട്? വനസ്യ ആവശ്യകത. വനത്തിൻ്റെ ആവശ്യകത എന്താണ്? തസ്യ സംരക്ഷണം കേ കുർവന്തി. അതിൻ്റെ സംരക്ഷണം ആരാണ് ചെയ്യുക? വനത്തിൻ്റെ സംരക്ഷണം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ആമുഖം നോക്കാം. പ്രകൃതേഹേ സൗന്ദര്യം സീമാതീതമേവ. പ്രകൃതിയുടെ സൗന്ദര്യം അതിരുകളില്ലാത്തതാണ്. പല്ലവൈഹി പുഷ്പൈഹി ഫലൈഹി ച അലങ്കൃത വൃക്ഷാഹ ലതാ ച പ്രകൃതേഹേ സൗന്ദര്യം വർദ്ധയന്തി. ഇലകളാലും പഴങ്ങളാലും പൂക്കളാലുമൊക്കെ അലങ്കരിക്കപ്പെട്ട വൃക്ഷങ്ങളും വള്ളികളും പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. ആവാസ വ്യവസ്ഥായാഹ ആധാരോ ഭവതി വനം. ആവാസ വ്യവസ്ഥയുടെ ആധാരമാണ് വനം എന്ന് പറയുന്നത്, കാടെന്ന് പറയുന്നത്. സർവേ ചരാചരാഹ വനമാശ്രിത്യ ജീവന്തി. എല്ലാ ചരാചരങ്ങളും വനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വനം വിനാ ജീവനം സുകരം ന ഭവതി. വനമില്ലെങ്കിൽ ജീവിതം നല്ലതാകില്ല. അസ്മാകം സുസ്ഥിതൈഹി. നമ്മുടെ നല്ലതിനു വേണ്ടിയും വസുധായാഹ സന്തുലിതാവസ്ഥയൈ ച. ഭൂമിയുടെ വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സന്തുലിത അവസ്ഥയ്ക്കും വനം ഉപകരോതി. വനം സഹായിക്കുന്നു. പാഠം നോക്കാം. കസ്മിൻചിത് വനെ കശ്ചൻ മയൂരഃ ആസീത്. ഒരു വനത്തിൽ ഒരു മയിൽ ഉണ്ടായിരുന്നു. സഹ സ്വയം സുന്ദരം മന്യമാന ഇതരാൻ പരിഹാസതി സ്മ. അവൻ സ്വയം സുന്ദരനെന്ന് കരുതി, മന്യമാനഃ കരുതി, ഇതരാൻ പരിഹസതി സ്മ മറ്റുള്ളവയെല്ലാരെയും പരിഹസിച്ചു. മമ ബർഹാണി വർഷകാർമുകമിവ ബഹുവർണോപേതാനി ഭവന്തി. എൻ്റെ പീലികൾ, അതായത് മയിൽപീലികൾ വർഷകാർമുകം എന്ന് വെച്ചാൽ മഴവില്ല്. അപ്പം മഴവില്ല് പോലെ, വർഷകാർമുകമിവ മഴവില്ല് പോലെ പല വർണ്ണങ്ങളുള്ളതാണ്. അഹം ഇവ നർത്തനം കർത്തും ന കോയപി ശക്നോതി. എന്നെപ്പോലെ നൃത്തം ചെയ്യാൻ ആർക്കും കഴിയില്ല. ഇത്യവും ചിന്തയിത്വ. ഇങ്ങനെ ചിന്തിച്ചിട്ട് ഗർവിഷ്ഠഃ സഹ കാനനേ സഞ്ചരതി സ്മ. എന്നെപ്പോലെ ആർക്കും നൃത്തം ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിട്ട്, അങ്ങനെ ചിന്തിച്ചിട്ട് അവൻ അഹങ്കാരത്തോടെ ആ കാട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഏകദാ കശ്ചൻ കാകഃ വേഗേന ആഗത്യ ഏവം അവദത്. അയീ മിത്രാണി കശ്ചൻ മാനവഃ അസ്മാകം വനം നാശയതി. ഒരിക്കൽ ഒരു കാക്ക വേഗത്തിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? അയ്യോ മിത്രങ്ങളെ, ഏതോ ഒരു മനുഷ്യൻ നമ്മുടെ കാടിനെ നശിപ്പിക്കുന്നു. വാനരഃ അഹോ കഥം. അയ്യോ എങ്ങനെ? കാക്ക പറഞ്ഞു, മാനവഃ വൃക്ഷസ്യ ഛേദനം കുർവന്നാസീത്. എന്താണ്? മനുഷ്യൻ വൃക്ഷം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തത് പതിത്വ മയൂരസ്യ നീടം ഭംഗനമഭവത്. അങ്ങനെ താഴെ വീണ മയിലിൻ്റെ കൂട് നശിച്ചുപോയി. മയൂരഃ ദീനം രോദിതി. മയിൽ ദുഃഖത്തോടെ കരയുന്നു. എന്നിട്ടോ? തത് ശ്രുത്വ ഗജഃ അവദത്. അത് കേട്ടിട്ട് ആന പറഞ്ഞു, യദ്യപി മയൂരഃ അസ്മാൻ പരിഹാസതി തഥാപി സഹ അസ്മാസു അന്യതമോ അസ്തി. നമ്മുടെ ഗജഃ, ആന പറഞ്ഞു, മയിൽ നമ്മളെ പരിഹസിച്ചിട്ടൊക്കെയുണ്ട്, എന്നാലും അവൻ നമ്മളുടെ കൂട്ടത്തിലുള്ളൊരു ആളാണ്. അതഃ തസ്യ സഹായകം അസ്മാകം കർത്തവ്യമേവ ഇതി. അതുകൊണ്ട് അവനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ഗജസ്യ വചനം സർവേ അംഗീചക്രുഹു. അപ്പോൾ ആനയുടെ വാക്കുകൾ എല്ലാവരും അംഗീകരിച്ചു. സർവേ പശവഃ ഏകീഭൂയ മാനവാൻ ആക്രമിതവന്തഃ. എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു കൂടിയിട്ട് ആ മനുഷ്യനെ എന്ത് ചെയ്തു? ആക്രമിച്ചു. തേഷാം ആക്രമണം ശ്രോഡും അശക്തഃ സഹ പ്രാണരക്ഷാർത്ഥം തതഃ പലായനം അകരോത്. അവരുടെ ആക്രമണം സോടും എന്ന് പറഞ്ഞാൽ സഹിക്കുക. അപ്പോൾ സഹിക്കാൻ പറ്റാതെ, അവരുടെ ആക്രമണം സഹിക്കാൻ പറ്റാതെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു. അയാൾ
പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. സർവേ മയൂരം സമാശ്വാസിതവന്തഃ. എല്ലാവരും ആ മയിലിനെ ആശ്വസിപ്പിച്ചു. തസ്യ നേത്രാഭ്യാം അശ്രുണി അപതൻ. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. തദൃഷ്ട്വാ ഭല്ലൂകഃ. അത് കണ്ടിട്ട് ഭല്ലൂകം പറഞ്ഞു. ഭല്ലൂകഃ എന്താണ്? കരടി. കരടി എന്താണ് പറഞ്ഞത്? വനമസ്മാകം ഗൃഹം തസ്യ സംരക്ഷണം അസ്മാകം ദായിത്വമേവ വനം വിനാ ജീവനം അശക്യം ഖലു ഇത്യവദത്. അപ്പോൾ നമ്മുടെ കരടി പറഞ്ഞു, വനം എന്ന് പറയുന്നത് അസ്മാകം ഗൃഹമാണ്. വനം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അതിൻ്റെ സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ്. വനം വിന, വനമില്ലെങ്കിൽ ജീവൻ അശക്യം ഖലു, വനമില്ലെങ്കിൽ ജീവൻ ഇല്ല. ഇങ്ങനെ പറഞ്ഞു. ഗജഃ അവദത്. ഇത് കേട്ടിട്ട് ആന പറഞ്ഞു, സാധു ദ്രുമാഹ വനസ്യ ആധാരഃ. ശരിയാണ്, മരങ്ങളാണ് വനത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. ദ്രുമം വിനാ വനം കഥം. മരങ്ങളില്ലെങ്കിൽ എങ്ങനെയാണ് വനം ഉണ്ടാവുക? തത്ര വയമേവ രക്ഷക ഭവേദിതി. അതിൻ്റെ സംരക്ഷകർ നമ്മൾ തന്നെയാണ്. അപ്പോൾ വയമേവ സംരക്ഷകഃ എന്ന് പറയുന്ന നല്ലൊരു പാഠമാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.